എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി ഫിസിക്സിലെ 5th ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിരുന്നു മൂവിങ് ചാർജസ് ആൻഡ് കറൻറ്റ്സ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിസം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു സംശയം, ഈ മാഗ്നറ്റിസത്തിന് ഒരു ഇൻഡിപെൻഡൻ്റ് എക്സിസ്റ്റൻസ് ഇല്ലേ, ചാർജിൽ നിന്ന് മാത്രമേ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെയല്ല, മാഗ്നറ്റിസത്തിന് അതിൻ്റേതായ ഒരു ഇൻഡിപെൻഡൻ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിസത്തിനെ ഇൻഡിപെൻഡൻ്റായാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും മാഗ്നറ്റിസത്തിൻ്റെയും ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് 600 BC ആണ്. 600 BC എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ജീസസ് ക്രൈസ്റ്റിനും 600 വർഷങ്ങൾക്ക് മുൻപാണ് ഈ മാഗ്നറ്റിസത്തിൻ്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഗ്രീസിലെ മഗ്നീഷ്യ എന്ന ഐലൻഡിൽ ഷെപ്പേർഡ്സ് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു. അവരുടെ ഷൂസ് അല്ലെങ്കിൽ അയൺ ടിപ്ഡ് റോഡ്സ് ഉണ്ട്. അവർ ആടിനെ മേയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന റോഡ്, ആ റോഡിൻ്റെ ടിപ്പിൽ അവർ അയൺ ഫിക്സ് ചെയ്തിരുന്നു. അങ്ങനെയുള്ള റോഡ്സ് ആ ഐലൻഡിൽ പലപ്പോഴും സ്ട്രക്കായി പോകുന്നു, അതുകൊണ്ട് ഇവർക്ക് ഈസിയായി മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഷെപ്പേർഡ്സ് പറഞ്ഞിരുന്നു. ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവർ കണ്ടെത്തിയത് അവിടെ ഉള്ള ഒരു ഓറാണ് ഇതിൻ്റെ കാരണം എന്നാണ്. ഈ ഓറിനെയാണ് പിൽക്കാലത്ത് മാഗ്നറ്റ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. മഗ്നീഷ്യ എന്ന ഐലൻഡിൻ്റെ പേരിൽ നിന്നാണ് ഈ മാഗ്നറ്റ് എന്ന പേര് ഫോം ചെയ്തിരിക്കുന്നത്. അന്ന് തന്നെ മാഗ്നറ്റിൻ്റെ 2 പ്രോപ്പർട്ടീസ് ഇവർ നോട്ട് ചെയ്തിരുന്നു. ഒന്ന്, ഇറ്റ് ക്യാൻ അട്രാക്റ്റ് അയൺ. രണ്ടാമത്തേത് ഇവർ നോട്ടീസ് ചെയ്തത്, ഫ്രീ ആയി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഓറിൻ്റെ ഒരു പീസ് എല്ലായ്പ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യപ്പെടുന്നത് എന്നാണ്. ഈ മാഗ്നറ്റിനെ ടെക്നോളജിക്കൽ യൂസ് ആദ്യമായി നടത്തിയത് ചൈനീസാണ്. നാവിഗേഷനിലും ഡെസേർട്ട് ക്രോസ് ചെയ്യുന്നതിനുമൊക്കെ ഈ മാഗ്നറ്റിൻ്റെ പീസ് ഉപയോഗിച്ചിരുന്നു എന്ന് 400 BC എഴുതപ്പെട്ട ബുക്കുകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വി ആർ സ്റ്റാർട്ടിങ് അവർ ഡിസ്കഷൻ വിത്ത് സം കോമൺലി നോൺ ഐഡിയാസ് ഓഫ് മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിൻ്റെ ഏറ്റവും നന്നായി നമുക്കറിയാവുന്ന പ്രോപ്പർട്ടീസിൽ ഒന്ന്, എർത്ത് ബിഹേവ്സ് ആസ് എ മാഗ്നറ്റ് എന്നാണ്. ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ഈസ് ഡയറക്റ്റഡ് അപ്രോക്സിമേറ്റ്ലി ഫ്രം ദ ജോഗ്രഫിക് സൗത്ത് ടു ജോഗ്രഫിക് നോർത്ത്. മാഗ്നറ്റിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ്, എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് പോയിൻറ്റ്സ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഫ്രീ ആയി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റിനെ കാണാം. ആ മാഗ്നറ്റിൻ്റെ ഒരു എൻഡ് നോർത്തിലേക്ക് ടേൺ ചെയ്തിരിക്കും. ദാറ്റ് എൻഡ് ഈസ് കോൾഡ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ്. ആൻഡ് യു ക്യാൻ സീ ദി അതർ ടിപ്പ് ഓഫ് ദ മാഗ്നറ്റ് ഈസ് ടേണിംഗ് ടുവേഴ്സ് ദ സൗത്ത്, ആൻഡ് ദാറ്റ് എൻഡ് ഈസ് കോൾഡ് ദ സൗത്ത് പോൾ. ഇപ്പോൾ ഫിഗറിൽ കാണുന്ന ഈ 2 മാഗ്നറ്റ്സ് ഒന്ന് നോക്കി. 2 നോർത്ത് പോൾസ് ഓഫ് ദ മാഗ്നറ്റാണ് ഞാൻ അവിടെ അടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ 2 നോർത്ത് പോൾസ് റിപ്പൽ ചെയ്യും. ഞാൻ ഈ 2 മാഗ്നറ്റ്സിനെയും ഒന്ന് തിരിച്ചു വെച്ചാലോ, 2 സൗത്ത് പോൾസ് അടുപ്പിച്ച് വെച്ചാലോ, അപ്പോഴും നമുക്കറിയാം ആ 2 സൗത്ത് പോൾസ് റിപ്പൽ ചെയ്യും. സോ വി ക്യാൻ സേ ലൈക്ക് പോൾസ് റിപ്പൽ. ഒന്നുകൂടി അറിയാലോ നിങ്ങൾക്ക്, ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളുമാണ് നമ്മൾ അടുത്ത് വയ്ക്കുന്നതെങ്കിൽ ആ 2 പോൾസും തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. സോ വി ക്യാൻ സേ ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്റ്റ്. ഇതും മാഗ്നറ്റിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് ഒരു ബാർ മാഗ്നറ്റാണ്. അതിൻ്റെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ഞാൻ ആ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മാഗ്നറ്റിനെ 2ആയി ബ്രേക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. എനിക്ക് ഒരു നോർത്ത് പോളും സൗത്ത് പോളും സെപ്പറേറ്റ് ചെയ്ത് കിട്ടുകയല്ല ചെയ്യുന്നത്, പകരം നമുക്ക് 2 ചെറിയ മാഗ്നറ്റുകൾ കിട്ടും. ഈ സ്മോൾ മാഗ്നറ്റ്സിനെ വീണ്ടും നമ്മൾ ബ്രേക്ക് ചെയ്താൽ വീണ്ടും ചെറിയ മാഗ്നറ്റുകളായി മാറും. ദാറ്റ് മീൻസ് മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. ഇലക്ട്രിസിറ്റിയിൽ നിന്ന് മാഗ്നറ്റിസത്തിനുള്ള ഒരു മേജർ ഡിഫറൻസ് ആണത്. മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നതായി ഇതുവരെയും നമ്മുടെ അറിവിൽപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, ഇന്ന് നമ്മൾ മാഗ്നറ്റ് ഫോം ചെയ്യിക്കുന്നത് അയണോ അയണിൻ്റെ അലോയ്സോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇത്രയുമാണ് മാഗ്നറ്റിനെ കുറിച്ച് സാധാരണഗതിയിൽ നമുക്കറിയാവുന്ന പ്രോപ്പർട്ടീസ്. ഒരു ഷീറ്റിൻ്റെ മുകളിൽ ഒരു ബാർ മാഗ്നറ്റ് വെച്ചിട്ട് ആ ബാർ മാഗ്നറ്റിന് ചുറ്റും ഞാൻ അയൺ ഫൈലിങ്സ് സ്പ്രെഡ് ചെയ്താൽ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പാറ്റേണിലായിരിക്കും ആ അയൺ ഫൈലിങ്സ് അറേഞ്ച് ചെയ്യപ്പെടുക. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കണ്ടിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണിത്. ഇതിൽ നിന്നും ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പാറ്റേൺ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പാറ്റേൺ വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചതുപോലെ മാഗ്നറ്റിസത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന കോൺസെപ്റ്റും ഉപയോഗിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ലൈനുമായിട്ടുള്ള ഒരു ബേസിക് ഡിഫറൻസ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ മാഗ്നറ്റ് ഫോം കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ അങ്ങനെ അല്ല കണ്ടത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യാൻ പറ്റും. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ കണ്ടതിന് സിമിലറായ ഒരു പ്രോപ്പർട്ടി മാഗ്നറ്റിസത്തിൽ നമുക്ക് പറയാൻ പറ്റും. ദ ടാൻജന്റ് ടു എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ ഡിറക്ഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഈ പ്രോപ്പർട്ടി ഇതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും കണ്ടതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് ഫിഗേഴ്സ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. രണ്ടിലെയും ഏരിയ സെയിം ആണ്. ഒരു ഏരിയയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാർജ് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്രോസിങ്. രണ്ടാമത്തേതിൽ ക്രോസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ നമ്പർ കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ വി ക്യാൻ സേ the magnetic field in the first figure is stronger than the magnetic field in the second. So the larger the number of field lines crossing per unit area, stronger is the magnitude of the magnetic field. Electric field lines il nammal kanda property ki equivalent ആയ ഒരു പ്രോപ്പർട്ടി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്താൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ ഡയറക്ഷൻ. ഫിസിക്കലി ഇറ്റ് ഈസ് മീനിങ്ലെസ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ഇൻ്റർസെക്റ്റ്. ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത് ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം കമ്പയർ ചെയ്യാൻ ഞാൻ മറ്റൊരു ഫിഗർ കൂടി തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡാണ്. ഈ രണ്ട് ഫിഗേഴ്സും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടോ നോക്കി. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബാർ മാഗ്നറ്റ് ഈസ് സിമിലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് എന്നാണ്. ഈ സോളിനോയിഡ് ഒരു ലാർജ് നമ്പർ ഓഫ് സർക്കുലാർ ടേൺസ് ഉണ്ട് അതിൽ. അപ്പോൾ അതുപോലെ ബാർ മാഗ്നറ്റിനെയും നമുക്ക് ലാർജ് നമ്പർ ഓഫ് സർക്കുലാർ കറൻസ് ആയിട്ട് അസ്യൂം ചെയ്യാം. ബാർ മാഗ്നറ്റിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സെപ്പറേറ്റ് മാഗ്നറ്റ്സ് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ കമ്പാരിസണിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന സോളിനോയിഡിനെ രണ്ട് പാർട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് രണ്ട് സോളിനോയിഡ് തന്നെയായിരിക്കും. അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കുറച്ച് വീക്കായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബാർ മാഗ്നറ്റിനെ നമുക്കൊരു ഇക്വലൻറ്റ് സോളിനോയിഡായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് ഒരു സോളിനോയിഡാണ്. ഇറ്റ്സ് എ ലോങ് സോളിനോയിഡ്. Let O is the center of the solenoid. The length of the solenoid is 2L. A is the radius of the solenoid. And I am considering a point P, and let that point is at a distance of R from the center of the solenoid. At this point P, a magnetic field will be produced, and we are going to calculate the intensity of magnetic field at this axial point of a solenoid. ആ കാൽക്കുലേഷന് വേണ്ടിയിട്ട് you consider a small circular element of the solenoid. Let that circular segment has a thickness dx and it is at a distance of x from the center of the solenoid. Now in the figure you can see the distance between the circular segment and the point under consideration, which is P, is r minus x. നമ്മൾ ചെയ്യാൻ പോകുന്നത് we will calculate the intensity of magnetic field at the point P due to this circular element. Then we will integrate from minus L to plus L to get the total intensity. നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ you assume small n is the number of turns per unit length of the solenoid. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കി how many turns will be there inside this segment. നമുക്കറിയാം dx ആണ് അതിൻ്റെ thickness. So the number of turns of this element will be n into dx. This circular element will produce a magnetic field. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഇക്വേഷൻ ഫോർ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് B equal mu 0 ni r square divided by 2 into r square plus x square raised to 3/2. In this expression, n stands for the total number of turns and r is the radius.
നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ക്യാപിറ്റൽ എന്നിന് പകരം നമുക്കിപ്പോൾ അറിയാം നമ്പർ ഓഫ് ടേൺസ് ഈസ് എൻ ഡി എക്സ്. ഇൻ ദിസ് ഇക്വേഷൻ ക്യാപിറ്റൽ ആർ റെപ്രസെൻറ്റ്സ് ദി റേഡിയസ് ആൻഡ് ഇൻ അവർ ഡിസ്കഷൻ റേഡിയസ് ഈസ് ടേക്കൺ എസ് എ. എക്സ് എന്ന ഇക്വേഷനിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ കോയിൽ ആൻഡ് ദ പോയിൻ്റ് ആണ്. ആ ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് ആർ മൈനസ് എക്സ് ആണ് എന്നറിയാം. ഇത്രയും മോഡിഫിക്കേഷൻസ് ഞാൻ ഈ ഇക്വേഷൻസിലേക്ക് വരുത്തുന്നു. ആ ഇക്വേഷനിൽ വന്ന മാറ്റം നോക്കൂ. ഡി ബി ഈക്വൽസ് മ്യൂ സീറോ ഇൻറ്റു എൻ ഡി എക്സ്. എൻ ഡി എക്സ് നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസ് ആണ്. ഐ എ സ്ക്വയർ, എ റേഡിയസ് ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ആർ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ റൈസ് ടു 3/2. Now let's go for an assumption. I'm assuming that R is much greater than A and R is much greater than L also. Under that condition, this denominator is nearly equal to R cube. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുകളിൽ കണ്ട ഇക്വേഷനിലെ ഡിനോമിനേറ്ററിന് പകരം നമുക്ക് ആർ ക്യൂബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഞാൻ ആ മോഡിഫിക്കേഷനോട് ഇക്വേഷനിൽ വരുത്തുകയാണ്. അപ്പോൾ അതൊരു സിമ്പിൾ ഇക്വേഷനായി മാറി. നോക്കൂ, ഡി ബി ഈക്വൽസ് മ്യൂ സീറോ ഇൻറ്റു എൻ ഡി എക്സ് ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r cube. This is the intensity of magnetic field due to a small element of thickness dx. നമുക്ക് ഈ എൻ്റെയർ സോളിനോയിഡ് കൊണ്ടുള്ള ഇൻറ്റൻസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. To calculate that intensity, we will integrate this expression from minus L to plus L, means one end of the solenoid to the other. So ആ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും നോക്കൂ. B ഈക്വൽസ് ഇൻ്റഗ്രൽ മൈനസ് എൽ ടു പ്ലസ് എൽ മ്യൂ സീറോ എൻ ഡി എക്സ് ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r cube. ഈ ഇക്വേഷൻസിലെ കോൺസ്റ്റൻസിനെയൊക്കെ നമുക്ക് ആ ഇൻ്റഗ്രൽ സൈനിങ് വെളിയിൽ എഴുതാം. ഏതൊക്കെയാണ് കോൺസ്റ്റൻറ്റ് വരുന്നത്? മ്യൂ സീറോ എൻ ഐ എ സ്ക്വയർ ആർ ക്യൂബ്, ഇതൊക്കെ കോൺസ്റ്റൻസ് ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബി ഈക്വൽസ് മ്യൂ സീറോ എൻ ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r cube ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം മൈനസ് എൽ ടു പ്ലസ് എൽ ഡി എക്സ്. നമുക്ക് വേണമെങ്കിൽ ആ ലിമിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. ബി ഈക്വൽസ് മ്യൂ സീറോ എൻ ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r cube ഇൻറ്റു 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു എൽ ഡി എക്സ് എന്ന് മാറ്റിയിരിക്കുന്നു. ഞാൻ ആ ലിമിറ്റിനെ 0 ടു പ്ലസ് എൽ മാറ്റിയിട്ടാണ് അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അറിയാം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നമുക്കിനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ ഡി എക്സ് ഈസ് എക്സ്. അപ്ലൈ ദ ലിമിറ്റ്. ബി ഈക്വൽസ് മ്യൂ സീറോ എൻ ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r cube ഇൻറ്റു 2l. ആ ന്യൂമറേറ്ററിൽ നോക്ക്, 2l ഇൻറ്റു എൻ എന്നൊരു ടേം ഉണ്ട് അല്ലേ. 2l is the total length of the solenoid and n is the number of turns. So 2l into n will be the total number of turns. അപ്പോൾ 2l into n പകരം ഞാൻ ക്യാപിറ്റൽ N എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ആ ഇക്വേഷൻ കുറേ കൂടി സിമ്പിൾ ആവും. ബി ഈക്വൽസ് മ്യൂ സീറോ ക്യാപിറ്റൽ N ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r cube. ആ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്കൊരു പൈ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ. ആ ഇക്വേഷനിൽ ഞാൻ വരുത്തിയിരിക്കുന്ന ചേഞ്ച് നോക്കൂ നിങ്ങൾ. ബി ഈക്വൽസ് മ്യൂ സീറോ എൻ ഐ പൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2πr cube. എന്തിനാണ് അങ്ങനെ മാറ്റിയത്? ആ ബ്രാക്കറ്റിനകത്ത് വന്നിരിക്കുന്ന ടേം നോക്ക്. എൻ ഐ ഇൻറ്റു പൈ എ സ്ക്വയർ. പൈ എ സ്ക്വയർ എന്ന് പറയുന്നത് കോയിലിൻ്റെ ഏരിയയാണ്. സോ എൻ ഐ ഇൻറ്റു എ എന്നായി മാറിയത്. എൻ ഐ ഇൻറ്റു എ ഈസ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ബി ഈക്വൽസ് മ്യൂ സീറോ എം ഡിവൈഡഡ് ബൈ 2πr cube. ഇതിനെ ഞാൻ ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് എഴുതുന്നു. ബി ഈക്വൽസ് മ്യൂ സീറോ ബൈ 4π ഇൻറ്റു 2m/r cube. ഈ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദി ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ബാർ മാഗ്നറ്റ്. ദാറ്റ് മീൻസ് ബാർ മാഗ്നറ്റ് ആൻഡ് എ സോളിനോയിഡ് പ്രൊഡ്യൂസ് സിമിലർ മാഗ്നറ്റിക് ഫീൽഡ്സ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഫിഗറാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ദിസ് ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അവിടെ നമ്മൾ കണ്ടു ദിസ് ഡൈപോൾ വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക് ആൻഡ് ദാറ്റ് ടോർക്ക് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ ടോ ഈക്വൽസ് പി ക്രൂസ് ഇ. അറിയാമല്ലോ ഇത്രയും. അത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്തേ. ദർ ഇസ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി, ഇലക്ട്രിക് ഫീൽഡ് അല്ല, മാഗ്നറ്റിക് ഫീൽഡ് ബി, ആൻഡ് എ മാഗ്നറ്റിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് such that
the dipole axis is making an angle of theta with the field direction. ഇവിടെയും അപ്പോൾ ഒരു ടോർക്ക് ഉണ്ടാവണമല്ലോ. എന്തായിരിക്കും ആ ടോർക്കിൻ്റെ ഇക്വേഷൻ? ടോ ഈക്വൽസ് എം ക്രൂസ് ബി. The magnitude of this torque is tau equal to mb sin theta. We know this torque will try to align the magnet parallel to the field. Freely suspended magnet എർത്തിൻ്റെ ഫീൽഡിന് പാരലായിട്ട് വരുന്നത് ഈ ടോർക്ക് ഉള്ളത് കൊണ്ടാണ്. സോ ഈ ടോർക്കിനെ നമുക്കൊരു റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് വിളിക്കാം. ആ റീസ്റ്റോറിംഗ് ടോർക്കാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു നെഗറ്റീവ് സൈനും കൊടുക്കാം. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് ടോ ഈക്വൽസ് മൈനസ് എം ബി സൈൻ തീറ്റ. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷനാണ് ദേ ഈ കാണുന്നത്. ടോ ഈക്വൽസ് ഐ ആൽഫ. ടോ ഈസ് ദ ടോർക്ക് ആക്ടിങ്, ഐ ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. കറണ്ട് ആണ് എന്ന് വിചാരിക്കരുത്. ഐ ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് ദി ആംഗുലാർ ആക്സിലറേഷൻ. ഈ വാല്യൂ നമുക്ക് ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കി. സോ ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽസ് മൈനസ് എം ബി സൈൻ തീറ്റ, ഓർ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽസ് മൈനസ് എം ബി ബൈ ഐ ഇൻറ്റു തീറ്റ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷന് നിങ്ങൾക്ക് വളരെ ഫെമിലിയറായ ഒരു ഫോമുണ്ട്. ദാറ്റ് ഫോം ഈസ് എ ഈക്വൽസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അറിയാം നിങ്ങൾക്ക്. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ രണ്ട് ഇക്വേഷൻസും ഒന്നുപോലെ ആയതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ദി ഓസിലേഷൻസ് ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സിമ്പിൾ ഹാർമോണിക്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഈ രണ്ട് ഇക്വേഷൻസും കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്യൂ. യു ക്യാൻ റൈറ്റ് ഒമേഗ സ്ക്വയർ ഈക്വൽസ് എം ബി ബൈ ഐ. നമുക്കിതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഒമേഗ ഈക്വൽസ് റൂട്ട് ഓഫ് എം ബി ബൈ ഐ. We know the value of omega, it is 2 pi by t. So 2 pi by t equals root of mb by I, or the time period of oscillation t equals 2 pi into root of I by mb. This is the equation for the time period of a magnetic needle oscillating simple harmonically in a uniform magnetic field. നമ്മളിപ്പോൾ പഠിച്ച ഈ ടോർക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. A short bar magnet placed with its axis at 30 degree with a uniform external magnetic field of 0.25 Tesla experiences a torque of magnitude 4.5 into 10 raised to minus 2 joule. What is the magnitude of the magnetic moment of the magnet? Okay, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കൂ. എ ഷോർട്ട് ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് ആക്സിസ് അറ്റ് 30 degree with the field. Okay, so note your value. Theta is equal to 30 degree. And the intensity of magnetic field is given. നോക്കൂ, B equals 0.25 Tesla. In that field, it experiences a torque of 4.5 into 10 raised to minus 2 joule. You have to calculate the magnetic dipole moment. Okay, you start with the equation for torque. We know the equation, tau equals mb sin theta. Rearrange for m because we have to calculate magnetic dipole moment. So m equals tau by b sin theta. എല്ലാ വാല്യൂസും അറിയാം, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. And you will get the correct answer as m equals 0.36 ampere meter square. ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതും. In a uniform magnetic field, a magnetic needle with magnetic moment 6.7 into 10 raised to minus 2 ampere meter square and moment of inertia 7.5 into 10 raised to minus 6 kilogram meter square performs 10 complete oscillations in 6.70 seconds. What is the magnitude of the magnetic field? Okay, ഒന്ന് വായിച്ചു നോക്കി, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. Magnetic moment of the magnet is given. M equals 6.7 into 10 raised to minus 2 ampere meter square. I equals 7.5 into 10 raised to minus 6 kilogram meter square.
പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കി. ഇറ്റ് പെർഫോംസ് 10 കംപ്ലീറ്റ് ഓസിലേഷൻസ് ഇൻ 6.7 seconds in a magnetic field. So what is the time period? 10 ഓസിലേഷൻസിന് എടുത്തിരിക്കുന്ന ടൈം 6.7 seconds ആണ്. So the time period t equals 6.7 divided by 10 means 0.67 second. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്ക്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. ടി ഈക്വൽസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് ഐ ബൈ എം ബി. ഒന്ന് സ്ക്വയർ ചെയ്തേ രണ്ട് സൈഡും. ടി സ്ക്വയർ ഈക്വൽസ് 4π സ്ക്വയർ ഇൻറ്റു ഐ ബൈ എം ബി. നമുക്ക് ബി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ റീഅറേഞ്ച് ദിസ് ഇക്വേഷൻ ഫോർ ബി. സോ ബി ഈക്വൽസ് 4π സ്ക്വയർ ഐ ഡിവൈഡഡ് ബൈ എം ടി സ്ക്വയർ. എല്ലാ വാല്യൂസും നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനിലേക്ക് ആ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. ദ കറക്റ്റ് ആൻസർ ഈസ് ബി ഈക്വൽസ് 9.8 ഇൻറ്റു 10⁻³ ടെസ്ല. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഡൈപോളിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉള്ളതായിട്ട് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഡൈപോളിനും ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവണമല്ലോ. സോ നൗ വി ആർ ഗോയിങ് ടു ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഫിഗറിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് ഫെമിലിയർ ആയ ഒരു ഫിഗറാണത്. ബി ഈസ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇൻ ദാറ്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എ മാഗ്നറ്റിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ്. ദ ഡൈപോൾ ആക്സിസ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ സേ തീറ്റ വിത്ത് ദ ഫീൽഡ് ഡയറക്ഷൻ. ഈ സിറ്റുവേഷനിൽ ആ മാഗ്നറ്റിക് ഡൈപോളിൽ ഒരു ടോർക്ക് ഉണ്ടാവും, ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. ദാറ്റ് ഈസ് ടോ ഈക്വൽസ് എം ബി സൈൻ തീറ്റ. ദിസ് ടോർക്ക് ഈസ് ട്രൈങ് ടു റീസ്റ്റോർ ദ മാഗ്നറ്റ് ടു ദി ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ അതിന് ഓപ്പോസിറ്റായി ഞാനിതിനെ ഒന്ന് ടേൺ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു സം വർക്ക്. ഞാനിതിനെ ഡി തീറ്റ എന്നൊരു ആംഗിൾ ടേൺ ചെയ്യുന്നു എന്ന് കരുതും. അതിന് വേണ്ടി വരുന്ന വർക്ക് എന്തായിരിക്കും? dw equals tau d theta, and we know the value of tau, so dw equals mb sin theta into d theta. ഇനി ഈ ഡൈപോളിന് ഞാൻ θ1 എന്ന ആംഗിൾ മുതൽ θ2 എന്ന് പറയുന്ന ഒരു ആംഗിൾ വരെ ടേൺ ചെയ്താലോ? ദ ടോട്ടൽ വർക്ക് റിക്വയർഡ് ഫോർ ദാറ്റ് വിൽ ബി w equals integral θ1 to θ2 mb sin theta d theta. ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തേ. അതിന് എന്താ കിട്ടുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ? w equals minus mb into cos theta changing from θ1 to θ2. Okay, limits apply you. w equals minus mb into cos θ2 minus cos θ1. This is the expression for the work done. ഈ വർക്ക് ഡൺ ആണ് ഡൈപോളിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേഷന് എല്ലായ്പ്പോഴും നമുക്കൊരു റെഫറൻസ് ലെവൽ വേണം, ഒരു സീറോ റെഫറൻസ് ലെവൽ വേണം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എർത്തിൻ്റെ സർഫസിൽ സീറോ എന്ന് അസ്യൂം ചെയ്യുന്നത് പോലെ ഇവിടെയും നമ്മളൊരു റെഫറൻസ് ലെവൽ എടുത്തിട്ടുണ്ട്. ആ റെഫറൻസ് ലെവലാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് രണ്ട് വെക്ടേഴ്സ് കാണാം, എം ആൻഡ് ബി. ഈ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണ് എന്ന് വിചാരിക്കൂ. ദാറ്റ് മീൻസ് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്. ഇൻ ദിസ് കേസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡൈപോൾ ഈസ് അസ്യൂം ടു ബി സീറോ. ഇപ്പോഴത്തെ ഈ ആംഗിളിനെ നമുക്ക് θ1 എന്ന് മാർക്ക് ചെയ്യാം. So θ1 is equal to 90 degree. From here we are turning the dipole to an angle θ2, say θ2 equal to θ. അപ്പോൾ 90 ഡിഗ്രി മുതൽ ഈ തീറ്റ എന്ന ആംഗിൾ വരെ ടേൺ ചെയ്യാൻ നമ്മൾ എത്ര വർക്ക് ചെയ്യേണ്ടി വരുന്നോ ആ വർക്കായിരിക്കും തീറ്റ എന്ന പൊസിഷനിലെ ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. സോ ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഈസ് u equals minus mb into cos theta minus cos 90. We know cos 90 is 0. So the potential energy becomes minus mb cos theta. And you know now theta is the angle between vector m and vector b. So you can write potential energy u equals minus m dot b. This is the equation for the potential energy. ഈ ഇക്വേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഇതിന് സിമിലർ ആയ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, മൈനസ് പി ഡോട്ട് ഇ. ഇപ്പോൾ ഫിഗറിൽ നമുക്കൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കാണാം. ഞാൻ അതിനെ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് എ മാഗ്നറ്റിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫീൽഡ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് വെക്ടറും ഞാൻ എം എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സി ബോത്ത് ഓഫ് ദം ആർ പാരലൽ. സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0.
So what will be the torque acting on it? Tau is equal to mb sin theta. Theta 0 alle? So torque will be 0. So we can say this magnetic dipole is in equilibrium. ഈ പൊസിഷനിൽ നമുക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എടുക്കൂ, മൈനസ് എം ബി കോസ് തീറ്റ. തീറ്റ ഈ 0. സോ കോസ് 0 യു വിൽ ഗെറ്റ് ആൻഡ് കോസ് 0 ഈസ് 1. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽസ് മൈനസ് എം ബി. Potential energy is minus mb, it is minimum. So we will say this is the most stable position. ഈ ഫിഗർ കൂടി നോക്കൂ. The magnetic dipole is placed in the field such that magnetic moment is opposite to the field direction. So what is theta? 180. Calculate the torque. Tau equals mb sin theta and you can see that torque reduces to 0. അപ്പോൾ ഇതും equilibrium തന്നെയാണ്. ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്താലോ? U equals minus mb into cos 180. Cos 180 is minus 1. So this potential energy will become minus mb into minus 1. That means U equal to plus mb, a maximum. Since potential energy is maximum, we will say this is the most unstable equilibrium. Electrostatics sigma E dot ds equal to Q divided by epsilon 0. ഇതിന് സിമിലറായി നമുക്ക് മാഗ്നറ്റിസത്തിലൊരു തിയറമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. ദാറ്റ് ഈസ് സിഗ്മ ബി ഡോട്ട് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു 0. ഇ ഡോട്ട് ഡെൽറ്റ എസിന് ഇക്വലൻ്റ് ആയാണ് ഞാൻ ബി ഡോട്ട് ഡെൽറ്റ എസ് എന്ന് എഴുതിയത്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് നമുക്കതിനെ പറയാം. മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റും, അത് 0 ആണ്. അത് 0 വന്നതിൻ്റെ റീസൺ മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. മാഗ്നറ്റ് എല്ലായ്പ്പോഴും ഡൈപോളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആ സർഫസിലേക്ക് എൻട്രി ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ നമ്പരും ആ സർഫസിൽ നിന്നും ലീവ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ നമ്പരും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 0 ആൻഡ് ദിസ് ഈസ് കോൾഡ് ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ പാർട്ടിൽ ബേസ് ചെയ്തിട്ട് ഞാനൊരു ചെറിയ പ്രോബ്ലം തരാം. ആ പ്രോബ്ലം ഒരു അസൈൻമെൻറ്റായി ചെയ്തിട്ട് സ്കൂളിലെ കൺസേൺ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. എ ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് 1.5 ജൂൾ ടെസ്ല ഇൻവേഴ്സ് ലൈസ് അലൈൻഡ് വിത്ത് ദ ഡിറക്ഷൻ ഓഫ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് of 0.22 Tesla. First question. What is the amount of work required by an external torque to turn the magnet so as to align the magnetic moment? 1. Normal to the field direction. 2. Opposite to the field direction. Second question. What is the torque on the magnet in cases 1 and 2? ഈ ക്വസ്റ്റിന് കൂടി ഒന്ന് സോൾവ് ചെയ്ത് ഇത്രയും പാർട്ട് നന്നായി പഠിച്ച് ഇതിൻ്റെ ഒരു ബ്രീഫ് നോട്ട് പ്രിപ്പയർ ആക്കി വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.